നമസ്കാരം. മനസ്സിലായില്ല. ഏത് പാതിരാത്രിക്ക് വിളിച്ചാലോ അപ്പ ഓടിയെത്തി നമുക്ക് ആശ്വാസം പകരുന്ന ഒരാളാണ്. ആ നമ്പർ ഒന്ന് നോട്ടോ. എന്തോർത്തിട്ടാണോ നമ്പർ ചോദിച്ചത്? അതൊരു പഞ്ചായത്ത് മെമ്പറാണോ? അതുകൊണ്ടാണ് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അവർ ഓടി വന്ന് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞത്. അപ്പൊ താൻ നമ്പർ പറഞ്ഞു മെമ്പറേ ഒന്നും വിചാരിക്കരുത്, ഇതിന്റെ നമ്പറാണ് കേട്ടാ. അത് മാത്രമല്ല പുള്ളിക്കാരന്റെ അമ്മായിയമ്മ ഇവിടെ കിടപ്പുണ്ട്, ICUലാണ്, വയ്യാതെ കിടക്കുകയാണ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു. അപ്പൊ അതിന്റെ സുഖവിവരം തിരക്കാൻ വേണ്ടിട്ടാണ് ഇടക്കിടക്ക് വന്നു പോകുന്നത്. ഡോക്ടറെ, എന്റെ അമ്മായിയമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ? കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അല്ല, മാഡത്തിന്റെ പ്രതീക്ഷ എന്താണെന്ന് എന്നോട് അറിയിച്ചാലല്ലേ എനിക്ക് അതിനുള്ള ഉത്തരം തരാൻ പറ്റുള്ളൂ. അയ്യോ, അത് മാത്രല്ല ഡോക്ടറെ, ഞാൻ ഡോക്ടറെ കാണാനും കൂടെയാണേ വന്നത്. ഇന്ന് രാവിലെ ഉറങ്ങി എണീച്ചപ്പോ മുതല് ദേഹത്തിനകത്തുനിന്ന് ഇങ്ങനെ വല്ലാണ്ടിങ്ങനെ കുളിരിങ്ങനെ കോരി 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 വരികയാണ്. മേഡത്തിന്റെ അകത്ത് എനിക്കൊരു കുളിര് വരുന്നുണ്ട്. ശരിക്കും നേരം നിൽക്കുന്നു. അയ്യോ